ഇപ്പോൾ നമ്മൾ കാണുന്നത് എൻ്റെ വീട്ടിലുള്ള മുല്ലച്ചെടിയാണ്. ഇതിൽ ധാരാളം ഇലകളുണ്ട്, പക്ഷേ പൂക്കൾ കുറവാണ്. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നത്? നമ്മൾ കൃത്യസമയത്ത് വളം കൊടുക്കാത്തത് കൊണ്ടും കൊമ്പ് കട്ട് ചെയ്യാത്തത് കൊണ്ടുമാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ മുല്ലപ്പൂ ഏറ്റവും കൂടുതൽ കിട്ടുന്ന മാസങ്ങളെക്കുറിച്ചും അതിന് നമ്മൾ പ്രത്യേകം കൊടുക്കേണ്ട വളങ്ങളെക്കുറിച്ചുമാണ്. അപ്പോൾ ഈ ഒരു ചെടിച്ചട്ടി നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാവും. ഞാൻ ഏറ്റവും താഴെ ഈ ഒരു ചെടിച്ചട്ടി കൊണ്ടുവന്ന് വെക്കുമ്പോൾ ഇതിൽ ഒറ്റ ഇല പോലും ഉണ്ടായിരുന്നില്ല. ആകെ നശിച്ചു പോണൊരവസ്ഥയിലാണ് നിന്നിരുന്നത്. അവിടെ നിന്ന് ഇത്രത്തോളം വളർന്നു വന്നിട്ടുണ്ട്. ഇതിൽ കൂടുതൽ വളർന്നു വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഇടയ്ക്ക് കട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ. ഇപ്പം ഞാൻ എന്തായാലും ഇത് ബാൽക്കണിയിലാണ് വെച്ചിരിക്കുന്നത്. ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ വെയിൽ കിട്ടാറുണ്ട്. അതുമാത്രമല്ല, ആ ഇരിക്കുന്ന പോട്ട് അത്യാവശ്യം വലിയ പോട്ടുമാണ്. ഇതിൽ 3 എണ്ണമാണ് എൻ്റെ അടുത്തുള്ളത്. ഈ മൂന്ന് ടൈപ്പ് മുല്ലപ്പൂവാണ് കേട്ടോ. അപ്പോൾ ഇത് ബാൽക്കണിയിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നതിന് 2 കാരണങ്ങളുണ്ട് കേട്ടോ. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത്, ഇത് വിരിഞ്ഞു വരുന്നത് രാത്രിയിലാണല്ലോ. അപ്പോൾ ബാൽക്കണിയിൽ ഇരിക്കുമ്പോൾ നല്ല സ്മെല്ലായിരിക്കും. അതൊന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം, ഇപ്പോൾ ചൂട് കൂടുതലായതുകൊണ്ട് തന്നെ നമ്മൾ ചെടികൾ കൂടുതലുള്ളവർ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പാമ്പ്. അതായത് പാമ്പ് വരുമോ എന്നൊരു പേടിയും എനിക്കുണ്ട്. കാരണം ഇതിൻ്റെ ഇലകൾ നന്നായിട്ട് വളർന്ന് താഴേക്ക് മുട്ടിക്കിടക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം വലിയ ചെടിച്ചട്ടികളൊക്കെ ഞാൻ താഴെ നിന്നും മാറ്റിയിട്ടുണ്ട് കേട്ടോ. തണുപ്പ് അന്വേഷിച്ച് നടക്കുന്ന ഒരു ടൈം കൂടിയാണല്ലോ ഇത്. അപ്പോൾ നമ്മളും കുറച്ചൊക്കെ അലേർട്ടായിട്ടിരിക്കേണ്ടതുണ്ട് അല്ലേ? നമ്മൾ വളമിട്ട് കൊടുക്കുന്നതിന് മുന്നേ ആദ്യമേ ചെയ്തു കൊടുക്കേണ്ട ഒരു കാര്യമാണ് ഇതേപോലെ എല്ലാ സൈഡിലും, ചെടിച്ചട്ടിയുടെ എല്ലാ സൈഡിലും ഇതേപോലെ ഒന്ന് മണ്ണിളക്കി കൊടുക്കുക. ഇതിലെ മണ്ണ് ഉറക്കാത്ത മണ്ണാണ് കേട്ടോ. അത്യാവശ്യം നമ്മൾ ചകിരിച്ചോറും ഒക്കെ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ടുള്ള മണ്ണാണ്. അതുപോലെ തന്നെ ബയോബിനിലെ വളവും ചേർത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ലൂസായിട്ടാണ് മണ്ണ് കിടക്കുന്നത്. അപ്പോൾ ഇത് മൂന്ന് ചട്ടിയും ഞാൻ ഇതേപോലെ സൈഡൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. മണ്ണ് കട്ട പിടിച്ച് കിടന്നു കഴിഞ്ഞാൽ നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളം നമ്മളുടെ ചെടികളിലേക്ക് എത്തില്ല. അതേപോലെ തന്നെ വശങ്ങളിൽ വേണം നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കാനായിട്ട്. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്ന വളം ഒന്ന് കാണിച്ചു തരാം. ആദ്യത്തെ വളം എന്ന് പറയുന്നത് ബയോബിനിലെ വളമാണ് കേട്ടോ. ഇത് എടുക്കുന്ന രീതിയും ഒക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം അത് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇപ്പുറത്തിരിക്കുന്നത് എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, കപ്പലണ്ടി പിണ്ണാക്ക് എല്ലാം കൂടി ചേർത്തിട്ടുള്ള ഒരു മിക്സാണ്. കണ്ടോ, ഇതിങ്ങനെ തന്നെയാണ് കേട്ടോ നമ്മൾ ഷോപ്പിൽ നിന്നും വാങ്ങിക്കുന്നത്. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ അഡീഷണൽ ആയിട്ട് വേപ്പിൻ പിണ്ണാക്ക് ചേർത്ത് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഈ ബയോബിൻ ചേർക്കുന്നത് കൊണ്ട് നമ്മുടെ ചെടിക്ക് നല്ല കരുത്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു എല്ലുപൊടി മിക്സ് ഉള്ളത് കൊണ്ടാണ് നമ്മൾക്ക് പെട്ടെന്ന് തന്നെ പൂമുട്ടുകൾ ഉണ്ടായി നിറയുന്നത്. അപ്പോൾ ഇനിയാണ് നമ്മൾ വളം ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് വളം ചേർത്ത് കൊടുക്കുന്നത്? നമ്മൾ ഇളക്കി കൊടുത്തില്ലേ, അതിൻ്റെ വശങ്ങളിൽ മാത്രമാണ് നമ്മൾ ഇതേപോലെ ചേർത്ത് കൊടുക്കേണ്ടത്. ആദ്യം ഞാൻ എടുക്കുന്നത് ബയോബിനിലെ വളമാണ് കേട്ടോ. പിന്നെ ഈ ഒരു ചെടിച്ചട്ടി അത്യാവശ്യം വലിപ്പമുള്ളത് കൊണ്ട് തന്നെ കുറച്ചധികം ക്വാണ്ടിറ്റി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളുടെ ചെടിയുടെ തണ്ടിലൊന്നും ആവാതെ സൈഡിലേക്ക് മാത്രമാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഏതെങ്കിലും ഒരു സമയത്ത് വളമിട്ട് കൊടുത്താൽ പോരാ. ഒന്നുകിൽ രാവിലെ, അല്ലാന്നുണ്ടെങ്കിൽ വൈകുന്നേരം വെയിലാറിയതിന് ശേഷമാണ് നമ്മൾ വളം ഇട്ട് കൊടുക്കേണ്ടത്. ഒരിക്കലും ഉച്ച സമയത്ത് വളം ഇട്ട് കൊടുക്കരുത്. ഞാനിപ്പോൾ ഒരു 5 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ ഒരു വളം ഇടുന്നത്. എങ്കിലും വൈകുന്നേരം വളം കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം രാത്രിയിൽ വളരെ എളുപ്പത്തിൽ തന്നെ വളം വലിച്ചെടുക്കാൻ ചെടികൾക്ക് കഴിയും. അതേപോലെ തന്നെ ചെടിയോട് ചേർത്താണ് നമ്മൾ വളം ഇടുന്നതെങ്കിൽ ആ ചെടി തന്നെ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് വശങ്ങളിൽ മാത്രം നമ്മൾ വളമിട്ട് കൊടുക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ വളം ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മളുടെ മണ്ണ് നല്ലപോലെ ഉണങ്ങാൻ പാടില്ല കേട്ടോ. അത്യാവശ്യം നനവുള്ളൊരു മണ്ണിലാണ് നമ്മൾ വളമിട്ട് കൊടുക്കുന്നത്. ഓവറായിട്ട് നനവല്ല, നമ്മൾ നനച്ചു കൊടുത്തത് നമ്മൾ കൈ കൊണ്ട് തൊട്ട് നോക്കുമ്പോൾ ഏകദേശം അറിയാൻ പറ്റുമല്ലോ. ചെറിയൊരു നനവ്, ആ ഒരു നനവുള്ള ടൈമിലാണ് കേട്ടോ നമ്മൾ ഈ ഒരു വളം ചേർത്ത് കൊടുക്കുന്നത്. മണ്ണൊരിക്കലും ഡ്രൈ ആയ ഒരു അവസ്ഥയിൽ നമ്മൾ വളം ചേർത്ത് കൊടുക്കരുത്.
ദാ ഈ ഒരു ചെറിയൊരു തണ്ട് കണ്ടോ, ആ മുല്ലയിൽ നിന്നും ഞാൻ ചെറിയൊരു കൊമ്പ് നട്ടു നോക്കിയതാണ് കേട്ടോ. അതങ്ങനെ പിടിച്ചു കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തത് ചേർത്ത് കൊടുക്കുന്നത് നമ്മളുടെ മിക്സ് ആണ് കേട്ടോ. അതും ഇതേപോലെ തന്നെ വശങ്ങളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ദാ ഇതൊന്നും കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ബയോബിനിലെ വളം എല്ലായിടത്തും ഉണ്ടാവണമെന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർ ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം കേട്ടോ. നമ്മളുടെ വീട്ടിൽ അരി കഴുകിയ വെള്ളം ഉണ്ടാവുമല്ലോ, അതേപോലെ അരി വാർത്ത വെള്ളം ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള വെള്ളം എടുത്തു വെക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് ശർക്കരയോ തൈരോ ചേർത്ത് കൊടുക്കുക. വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതി കേട്ടോ. എന്നിട്ട് പിറ്റേ ദിവസം മുല്ലച്ചെടിക്ക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന മുല്ലപ്പൂവിന് നല്ല മണമായിരിക്കും കേട്ടോ. ശർക്കരയാണെങ്കിൽ ഒരു ചെറിയ കഷണം ശർക്കര എടുക്കുക. തൈരാണെങ്കിൽ 2 ടീസ്പൂൺ മാത്രം എടുത്താൽ മതി കേട്ടോ. പുളിച്ച തൈരാണെങ്കിൽ അത്രയും നല്ലതാണ്. നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥ അനുസരിച്ച് ഏകദേശം ഒരു ഫെബ്രുവരി തുടങ്ങി ഓഗസ്റ്റ് വരെ നമുക്ക് മുല്ലയുടെ സീസണാണ്. ഏറ്റവും കൂടുതൽ ചൂട് കിട്ടുന്ന മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിലാണ് കൂടുതൽ പൂക്കൾ കണ്ടുവരുന്നത്. അതായത് ബൊഗെയിൻ വില്ല പോലെ തന്നെ ചൂട് കൂടുതൽ കിട്ടുന്ന സമയത്താണ് നമ്മളുടെ മുല്ലച്ചെടിയും പൂക്കുന്നത്. അപ്പൊ ഞാൻ ദാ വളമൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഒന്നും കൂടി ഒന്ന് മിക്സ് ആക്കി കൊടുക്കട്ടെ. നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്ന വളം ഇപ്പോൾ മുകളിലാണല്ലോ കിടക്കുന്നത്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് മണ്ണിനടിയിലേക്ക് പോയിക്കോളും. അപ്പൊ ദാ എല്ലാ സൈഡും ഞാൻ ദാ ഇതേപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. പൊതുവെ മഴക്കാലത്ത് നമുക്ക് മുല്ലയിൽ പൂക്കൾ കുറവായിരിക്കും കേട്ടോ. കാരണം അന്തരീക്ഷം തണുത്തിരിക്കുന്നതുകൊണ്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചൂടുള്ള കാലാവസ്ഥയാണ് മുല്ലയ്ക്ക് ഏറ്റവും ഇഷ്ടം. എങ്കിലും നമ്മൾ കൃത്യമായി വളമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിക്ക് തന്നെ മഴക്കാലത്തും നമുക്ക് പൂക്കൾ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ വളമിട്ട് കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടത് കൊമ്പൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അതായത് ഒരു കൊമ്പ് കട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിൽ നിന്നും 2 കൊമ്പുകളാണ് കിളിർത്ത് വരുന്നത്. അപ്പോൾ നമ്മൾക്ക് ഉണ്ടാവുന്ന പൂക്കളുടെ എണ്ണവും കൂടുതലായിരിക്കും. നമുക്കറിയാലോ, മുല്ലയുടെ ഏറ്റവും തുമ്പത്താണ്, അതായത് പുതിയതായിട്ട് വരുന്ന ഇലകളിലാണ് പൂക്കൾ ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ പ്രൂണിങ് അത്യാവശ്യമാണ്. അപ്പോൾ ഞാൻ അത്യാവശ്യം ആരോഗ്യമില്ലാത്ത മുട്ടുകൾ കൂടി കട്ട് ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ. ആരോഗ്യമില്ലാത്ത മുട്ടുകൾ നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ആരോഗ്യത്തോടെ വളരുന്ന പൂക്കളാണല്ലോ എല്ലാവർക്കും ആവശ്യം. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്ത് കളയുന്നത്. ഇപ്പോൾ നമ്മൾ വളമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ വളം ചേർത്തത് കൊണ്ട് തന്നെ നല്ല രീതിക്ക് ഇനി വരുന്ന പൂക്കൾ നല്ല ഹെൽത്തി ആയിരിക്കും കേട്ടോ. അപ്പോൾ ദാ ഇവിടേക്ക് ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ചെടിച്ചട്ടിയിൽ നിൽക്കുന്നതുകൊണ്ട് അധികം അങ്ങോട്ട് വളർത്തി കൊണ്ടുപോകുന്നുമില്ല. നമുക്ക് നല്ല ബുഷിയായിട്ട് നിൽക്കുന്ന ചെടിയാണ് ആവശ്യം. ഇത് കൂടാണ്ട് ഒരു മുല്ല കൂടി ഉണ്ട് കേട്ടോ. അത് ഏറ്റവും മേളിലിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 3 ടൈപ്പ് മുല്ലയാണെന്ന്. അതായത് കട്ടമുല്ല, കുറ്റിമുല്ല, പിന്നെ അതേപോലെ പടർന്നു പോകുന്ന മുല്ല. അങ്ങനെ 3 മുല്ലകളാണ് കേട്ടോ ഉള്ളത്. ഈ ഒരു മുല്ല കാര്യമായിട്ട് ഗ്രോത്ത് ഒന്നും ഇല്ലാണ്ടിരിക്കുകയാണ് കേട്ടോ. എങ്കിലും ഞാൻ ദാ അതിൻ്റെ കൊമ്പൊക്കെ ഒന്നും കൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബാക്കി 2 എണ്ണം നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു വന്നപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇത് മാത്രമാണ് കാര്യമായി ആരോഗ്യമില്ലാണ്ട് വളരുന്നത്. എങ്കിലും നമ്മളിപ്പോൾ വളമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പം ഇനിയിപ്പോൾ നല്ല രീതിക്ക് തന്നെ വളർന്നു വരും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ വളം ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഇലകളൊക്കെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത കാര്യമാണ് ചെടികൾക്ക് വെള്ളം കൊടുക്കുക എന്ന് പറയുന്നത്. നമ്മൾ വളം ചേർത്ത ഉടനെ തന്നെ ചെടികൾക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇനി വെള്ളം കൊടുക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. ചെടിയുടെ ചുവട്ടിൽ തന്നെ വെള്ളം ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ചെടികളുടെ ഇലകളിൽ നമ്മൾ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്ത ഭാഗത്ത് വെള്ളം തങ്ങി നിന്ന് അതിന് ഫംഗസ് വരാൻ സാധ്യതയുണ്ട്. ഞാൻ എടുത്ത വളത്തിൽ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഓർത്തു മേളിലും മുല്ല നിൽക്കുന്നുണ്ടല്ലോ, അതിനും കൂടി ചേർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഏറ്റവും മുകളിലേക്ക് വന്നതാണ് കേട്ടോ. അതാ നോക്കിയേ, ഇതും നല്ല രീതിക്ക് തന്നെ നിൽക്കുന്നുണ്ട്. പക്ഷേ താഴെ ഇരിക്കുന്ന പോട്ടിനേക്കാളും ചെറിയൊരു പോട്ടാണ് കേട്ടോ ഇത്. അപ്പോൾ അതിൻ്റെ വശങ്ങളിൽ ഞാനൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഈ ഒരു വളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു മുല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ 4-5 തട്ടുകളായിട്ടിരിക്കുന്ന മുല്ലയുണ്ടല്ലോ, സൂചി മുല്ലയുണ്ടല്ലോ,
എന്താ പറയുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇവിടെ സൂചിമുല്ല എന്നൊക്കെയാണ് പറയുന്നത്. അതൊരു 4-5 അടുക്ക് വെച്ചാൽ എങ്ങനെ ഉണ്ടാവും? അതായത് കുറച്ച് അതിൻ്റെ പെറ്റൽസ് ഒക്കെ കുറച്ച് നീളത്തിൽ വരുന്നത്, അതൊരു 4-5 അടുക്ക് ഇരുന്നാൽ എങ്ങനെ ഇരിക്കും? ആ ഒരു മുല്ലയാണ് കേട്ടോ. അപ്പോൾ ബാക്കി ഉണ്ടായിരുന്ന വളം ഞാൻ റോസ് ചെടികൾ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ റോസ് പൂക്കളൊക്കെ ഉണ്ടായി വരുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ നേരത്തെ വാങ്ങിച്ച റോസാണ്. അതിനും അത്യാവശ്യം വളമൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നാടൻ റോസാണ് കേട്ടോ. നാടൻ പനിനീർ റോസിൻ്റെ തന്നെ ഒരു റെഡ് റോസ് അല്ലേ. ഇതൊരു നാടൻ റോസാണ്. ഇതാദ്യം ഞാൻ നട്ടപ്പോൾ നല്ല രീതിക്ക് തന്നെ വളർന്നു വന്നിരുന്നതാണ് കേട്ടോ. ഒരുപാട് പൂക്കളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ മണ്ണിലാണ് നട്ടിരുന്നേച്ചത്. പിന്നീട് അതെങ്ങനെയോ എൻ്റെ കയ്യിൽ നിന്നും നശിച്ചു പോയി. പിന്നെ ഞാൻ ഒരുപാട് ട്രൈ ചെയ്തിട്ട് ഇതൊന്ന് പിടിപ്പിച്ചെടുക്കാനായിട്ട് പിടിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ അവസാനം ഞാനിത് ഏറ്റവും മേളിൽ കൊണ്ടുവന്ന് വെച്ചപ്പോൾ നല്ല രീതിക്ക് തന്നെ പൂക്കൾ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഒരു 4ാമത്തെ പൂവാണേ. നിറച്ച് മുട്ടുകളൊക്കെ ആയി വരുന്നുണ്ട് കേട്ടോ. എൻ്റെ ഒരുപാട് നാളത്തെ ഒരു വിഷമമായിരുന്നു ഈ ഒരു റോസ് പിടിക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഇത്ര ഉള്ളോട്ടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്നിരിക്കുന്നു. ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.